ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടവും അവസാനിക്കുന്നു. മൂന്നാം തവണയും അധികാരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി. സർവേ ഫലങ്ങളും NDAയുടെ വിജയം തന്നെയാണ് പ്രവചിക്കുന്നത്. അതിനിടെ ഹാട്രിക് വിജയം കെങ്കേമമാക്കാനുള്ള ശ്രമത്തിലാണ് NDA സഖ്യമെന്നാണ് വിവരം. കർത്തവ്യപഥിലാണ് സത്യപ്രതിജ്ഞ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 9-നോ 10-നോ സത്യപ്രതിജ്ഞ നടന്നേക്കും. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമേ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകൂ. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ 100 ക്യാമറകൾ ഉപയോഗിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് മെയ് 24-ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. ദൂരദർശൻ, ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയിലെ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി കർത്തവ്യപഥ് നവീകരിച്ചിരുന്നു. ആദ്യ 2 മോദി സർക്കാരുകളുടെ നേട്ടങ്ങൾ കാണിക്കുന്നതിനും വികസിത ഭാരതം എന്ന സന്ദേശം നൽകുന്നതിനും ഉചിതമായ സ്ഥലമെന്ന രീതിയിലാണ് കർത്തവ്യപഥ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച കരട് രൂപരേഖ തയ്യാറായി കഴിഞ്ഞെന്നും വിവരമുണ്ട്. വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നവർ ഇപ്പോൾ അധികമില്ല. കുറഞ്ഞ സീറ്റുകളിലാണെങ്കിലും NDA അധികാരത്തിലെത്തുമെന്നാണ് എല്ലാവരും കരുതുന്നത്. 2014-ൽ 1-ാം മോദി സർക്കാർ മെയ് 26 തിങ്കളാഴ്ചയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ആ വർഷം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് മെയ് 16-നായിരുന്നു. 2019-ൽ 2-ാം മോദി സർക്കാർ മെയ് 30 വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മെയ് 23-നായിരുന്നു അത്തവണത്തെ ഫലപ്രഖ്യാപനം. ജൂൺ 13-14 തീയതികളിൽ ഇറ്റലിയിൽ നടക്കുന്ന G7 യോഗത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം മോഡി സ്വീകരിച്ചിട്ടുണ്ട്. ജൂൺ 12-ന് ഇറ്റലിയിലേക്ക് പോകാനാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം. ഇതുകൂടി പരിഗണിച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ജൂൺ 9-ന് നടത്താനുള്ള ആലോചന. മുഴുവൻ മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞ പ്രധാനമന്ത്രി ഇറ്റലിയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് ശേഷമായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.